നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന, സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. റീസ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. യഥാർത്ഥത്തിലുള്ള ഉപനിഷത്ത് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ദിവ്യനായിട്ടുള്ള മാസ്റ്ററുടെ അടുത്ത് ഇരിക്കുക. അതായത് നമ്മുടെ തന്നെ ഹയസ്റ്റ് വേർഷന് തൊട്ടടുത്തിരിക്കുക. അതിനേക്കാളും അടുത്തതായിട്ട് ഒന്നുമില്ല. അത് അനന്യനാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ആ ഒരു ഉപനിഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഒരു ആധ്യാത്മിക പാത സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഹാർട്ട്ഫുൾനെസ് വളരെ ലളിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലെ 4-ാം ഖണ്ഡമാണ്. ഒന്നാമത്തെ ശ്ലോകം: അഥ യേസ്യോദഞ്ചോ രശ്മയസ്ത ഏവസ്യോദീച്യൗ മധുനാൻഗ്യോ അർത്ഥാംഗിരസ ഏവ മധുകൃത ഇതിഹാസ പുരാണം പുഷ്പം താ അമൃത ആപ. വടക്കു നിന്നുള്ള രശ്മികൾ വടക്കുള്ള തേൻ കോശങ്ങൾ ആണ്. തേനീച്ചകൾ അഥർവന്മാരുടെയും അങ്കിരസന്മാരുടെയും മന്ത്രങ്ങളാണ്. പുഷ്പം പുരാണങ്ങളാണ്, പഴയ കഥകൾ, അതായത് ഇതിഹാസങ്ങളാണ്. ആ കണങ്ങൾ അമൃതമാണ്. അത് ഇങ്ങനെ ആണ് ഉണ്ടായത്. രണ്ടാമത്തെ ശ്ലോകം: തേ വാ ഏതഥർവാംഗിരസ ഏതദി ഇതിഹാസ പുരാണം അഭ്യതമം തസ്യാഭിദാപ്തസ്യ യശസ്തേജ ഇന്ദ്രിയം വീര്യമന്നാദ്യം രസോജായതേ. ശരിക്കും അഥർവന്മാരുടെയും അങ്കിരസന്മാരുടെയും മന്ത്രങ്ങൾ ആ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും മേൽ ധ്യാനിച്ചു. അതിൽ നിന്നും ധ്യാനിച്ചപ്പോൾ അതിൻ്റെ സത്തയായ പ്രഭ, വെളിച്ചം, ശക്തി, ഉത്സാഹം, അന്നം എന്നിവ ഉണ്ടായി. മൂന്നാമത്തെ ശ്ലോകം: തദ്വ്യക്ഷസ്തദാദിത്യം അഭിതോശ്രയത്വദ്വാ ഏതദ്യേതാദിത്യസ്യ പരം കൃഷ്ണം രൂപം. അത് പ്രവഹിച്ചു സൂര്യനിലേക്ക് തിരിച്ചു പോയി. അതാണ് സൂര്യന്റെ കട്ടിയായ കറുപ്പ്, ഇരുണ്ട രൂപം എന്ന് അർത്ഥം.
അപ്പൊ നമ്മള് ശാന്തോക്യ ഉപനിഷത്തിൽ എങ്ങനെയാണ് ബോധം ക്രമേണ ക്രമേണ സൃഷ്ടിയിലേക്ക് ഇറങ്ങി വന്നത്, സൃഷ്ടിയിൽ അകപ്പെട്ടു പോയത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 3 വേദങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇതിനു മുമ്പേ പരാമർശിച്ചു. ഭഗവത്ഗീതയിലും ഇത് പറയുന്നുണ്ട്, ലാലാജി മഹാരാജും പറയുന്നുണ്ട് 3 വേദങ്ങളേ ഉള്ളൂ. അപ്പൊ അഥർവ വേദം എന്ന് നമ്മൾ പറയുമ്പോൾ ഭൗതിക തലത്തിൽ അനുഭവിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒറിജിനൽ നോളജ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്ത് ശാസ്ത്രം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥത്തിൽ ധ്യാനിച്ചിട്ട് വേണം തുടങ്ങാൻ. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ഒരു മന്ത്രം ചെല്ലുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ അർത്ഥത്തിൽ ധ്യാനിച്ചിട്ട് അതിൻ്റെ എസൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരെ ഒറിജിനൽ രഥത്തിലേക്ക് എത്തും. ഏത് ശാസ്ത്രമായാലും, ഇപ്പൊ സയൻസ് ആയാലും, നമ്മൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം, എന്തിനാണ് ഞാനിത് പഠിക്കുന്നത്, ഇത് നമ്മൾ ഉള്ളിലേക്ക് ആണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊരു ശാസ്ത്രവും ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതല്ല. നമ്മളാണ് അതിനെ കറപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചാരുജി മഹാരാജ് പറഞ്ഞിട്ട്, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരാൾക്ക്, നടത്തുന്ന ഒരാൾക്ക് വിദ്യ നൽകിയാൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. നേരെ വെച്ച് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിൽ ശ്രദ്ധ ചെലുത്താത്ത ഒരാൾക്ക് എന്ത് കൊടുത്താലും, പവർ കൊടുത്താലും നോളജ് കൊടുത്താലും അത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ വലിയ അറിവുകൾ ലഭിച്ചിട്ട് തപസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന പല ഋഷിമാരും ഭൗതിക തലത്തിൽ കുടുങ്ങിപ്പോയ കഥകൾ കേട്ടിട്ടുണ്ട്. ദ്രോണാചാര്യർ, അശ്വത്ഥാമാവ്, വിശ്വാമിത്രൻ, ദുർവാസാവ്, പലരും ഉണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പെട്ടെന്ന് സ്വാർത്ഥത വരുന്നു, ദേഷ്യം വരുന്നു, ശപിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ യാത്രയിൽ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സഹജമാർഗം പറയുന്നത് ശ്രേയസ്സും പ്രേയസ്സും, ഇത് സെപ്പറേറ്റ് അല്ല. ശ്രേയസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഉയർത്തുക, ഉദ്ധരേതാത്മനാത്മാന, ആ ഉയർന്ന തലത്തിലുള്ള ആ അറിവ് എങ്ങനെയാണ് ഈ ലോകത്തിൽ ഉപയോഗിക്കേണ്ടത്, അതാണ് പ്രേയസ്. ഇത് സെപ്പറേറ്റ് അല്ല. അപ്പോൾ സാധാരണ നമ്മൾ ഒബ്ജക്റ്റീവ് നോളജ് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്, അതിൽ മെഡിറ്റേഷൻ ഒരു പ്രാധാന്യം ഞാൻ വിചാരിക്കും. അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാർ വയ്ക്കും ഭൗതിക ജീവിതം നമുക്ക് പ്രാധാന്യമല്ല, എവിടെയും പോയിരിക്കാം, എന്തിനും എതിരെ നമ്മുടെ ഇടപെടണം. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഉയർച്ച സംഭവിക്കുന്നത് ഉള്ളിലാണ്. കാര്യം തിരിച്ചറിഞ്ഞിട്ട് ഉള്ളിലേക്ക് തിരിയും. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നുള്ള ഒരു മന്ത്രം സ്വാമി വിവേകാനന്ദൻ അതിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉയരുന്ന ഒരു വ്യക്തിത്വം, കോൺഷ്യസിൽ ഉയരുന്ന ഒരു വ്യക്തിത്വം, ആ ഉയർച്ച ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഭൗതികമായിട്ടുള്ള ജീവിതം. ഇപ്പൊ 2 ചിറകുകൾ എന്ന സഹജമാർഗം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതല്ലാതെ ഈ ക്രിയേഷനിൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കോസ്മിക് തലത്തിൽ ബ്രഹ്മം എന്ന് പറയും, പിന്നെ ആത്മൻ എന്ന് പറയുന്നു. പിന്നെ ഇൻഡിവിജ്വൽ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുവട്ടവും ഇതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിയും. കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് നോക്കും, എവിടുന്നായിരുന്നു വരുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്ദ്രിയ തലത്തിലാണ് ജീവിക്കുന്നത്. മൃഗങ്ങളുടെ തലം തൊട്ടിട്ട് മനുഷ്യന്റെ തലത്തേക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോൾ അവിടെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല. എവിടുന്നാണ് ഇത് വരുന്നത്, എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യേണ്ടത് എന്നെ പറ്റി ബോധം വന്നിട്ടില്ല. അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില്, നമ്മുടെ ഹൃദയത്തില് ആ ഒറിജിനൽ സാന്നിധ്യം കുടികൊള്ളുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അഹം ആത്മാ ഗുഡാഗീശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മദ്യം ച ഭൂതാനാം അന്തരേവച എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഞാൻ ആത്മാവ് എന്ന രൂപത്തിൽ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് തുടക്കം, ഞാൻ തന്നെയാണ് അവസാനം, ഞാൻ തന്നെയാണ് എല്ലാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം. നമ്മൾ തുടങ്ങേണ്ടത് ആ ഒരു സങ്കല്പത്തോടു കൂടിയതാണ്. ഇപ്പൊ ഒരു ടണലിൽ നമ്മൾ യാത്ര ചെയ്യാനൊന്നും ആലോചിച്ചു, ഇരുട്ടാണ്, ഒരാൾക്കൊരിട്ട്, അതിന്റെ അറ്റത്ത് ഒരു വെളിച്ചം കാണുന്നുണ്ട്, സൂര്യപ്രകാശം. അപ്പൊ അവിടെയാണ് ഇതിന്റെ എൻട്രൻസ് എന്ന് മനസ്സിലാക്കി ക്രമേണ നമ്മൾ അങ്ങോട്ട് നീങ്ങി വരുമ്പോൾ ആ ടണലിന്റെ എൻട്രൻസ് വലുതായി അവസാനം നമ്മൾ പുറത്തേക്ക് എത്തുമ്പോൾ ടണൽ എത്ര ചെറുത്, സൂര്യപ്രകാശമാണ് ഉള്ളത് എല്ലാവർക്കും. ടണലിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പ്രകാശം അനുഭവിച്ചില്ല എന്ന് മാത്രം. അപ്പൊ ആ ഒരു യാത്രയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ ടണലില്
ഇരുട്ടത്തേക്ക് നോക്കി നിൽക്കുകയാണ്. വെളിച്ചം പ്രകാശിക്കും, നമ്മൾ അങ്ങനെ തിരിഞ്ഞില്ല, ഒന്ന് തിരിയുക, അതാണ് സ്പിരിച്വൽ യാത്ര. അപ്പൊ നമ്മൾ അവിടെ ഒരു വെളിച്ചം കാണും, ഹൃദയത്തിലുള്ള ഒരു പ്രകാശം, ചെറിയൊരു അണോരണീയാൻ എന്ന് പറയുന്നു ഉപനിഷത്തിൽ, ചെറിയൊരു ബിന്ദു പോലെ, അങ്കുഷ്ഠ മാത്രം എന്നൊക്കെ പറയുന്നു. അതാണ് നമ്മുടെ തുടക്കം. ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഞാനാണ് ഉടമസ്ഥൻ, അങ്ങ് വാടകക്കാരനാണ്. അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു, അങ്ങനെ വിശ്വസിക്കുന്നതാണ് തുടക്കം. ആദ്യം ഈശ്വരനെ പുറത്ത് പ്രതിഷ്ഠിക്കുകയാണ്, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി. പിന്നെ മനസ്സിലാവുന്ന ഉള്ളിൽ നിന്ന് ഒരു കൺട്രോൾ വരുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ ഉള്ളൊരു ചെറിയൊരു സോഴ്സ് ഉണ്ട്. ക്രമേണ ക്രമേണ നമ്മൾ ആ യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ സോഴ്സ് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പെരുമാറ്റത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും, ക്യാരക്ടർ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒടുക്കം ഡിവിനിറ്റിയാണ് ജീവിതം. ശരിക്കും ഡിവൈൻ ആയിട്ടുള്ള ബീയിങ്സ് ആണ് നമ്മൾ. ഇവിടെ ശരീരം അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന തിരിച്ചറിവിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ ഈ ഡിസെന്റ്, താഴേക്കുള്ള ഡിസെന്റ് വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും കൂരാക്കൂരി ഇരുട്ടായിട്ട് കാണുന്നു എന്നാണ് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നത്. അതെന്താണ് കാരണം? നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ശാസ്ത്രങ്ങളിൽ ധ്യാനിച്ചിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നില്ല. നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള ഒരു തിരിച്ചറിവ്, പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഈ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു പഠനം, വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാലയങ്ങളിൽ വേണം, ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഈ തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഡ്രഗ് അഡിക്ഷൻ ആയാലും, ഡൈവോഴ്സുകളായാലും, സൂയിസൈഡ്സ് ആയാലും, ഹോമിസൈഡ്സ് ആയാലും, പേരൻസിനെ നോക്കാതിരിക്കലായാലും, കുട്ടികളെ നോക്കാതിരിക്കലായാലും, രാജ്യത്തിന് സ്നേഹമില്ലാതെ എവിടേക്കെങ്കിലും ഓടിപ്പോകുന്ന സ്വഭാവം, പൈസ ഉണ്ടാക്കാനുള്ള വ്യഗ്രത, ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ ഡ്യൂട്ടി, ധർമ്മം മനസ്സിലാക്കിയില്ല എന്നതാണ്. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ ഓരോന്നോരോന്ന് എടുത്തു കളയുന്നില്ല. ഒരു മരം എടുത്തു കളയാൻ ഇലകളായി പൊട്ടിക്കല്ല ചെയ്യാം, നമ്മുടെ വേരിലേക്ക് പോകണം. ഇതിന്റെ വേരെന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. അപ്പോൾ വേദങ്ങൾ നമ്മൾ ഇതാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ എന്തും ചെയ്തോളൂ, പക്ഷേ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കാൻ പഠിക്കൂ. അപ്പോഴാണ് നമ്മൾ ശരിക്കും ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ശാസ്ത്രത്തിനെ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നതാണ്. ഓരോ തരത്തിലും അതിൻ്റെ ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രങ്ങളെല്ലാം ഒറിജിനൽ ഋതത്തിന്റെ ബേസിലാണ്. നമ്മുടെ നിയമങ്ങളെല്ലാം നോക്കിയറിയാം, എല്ലാം ആ ഋതത്തിലാണുള്ളത്. ആ ഋതത്തിനെ ജീവിക്കാനാണ് ഈ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത്. സ്നേഹം എന്ന ഒറിജിനൽ ശാസ്ത്രത്തിന് വരുന്ന പലതരത്തിലുള്ള നിയമങ്ങൾ, ഓരോ കോൺഷ്യസ്നസ് ഓരോന്നുണ്ട്. നമ്മളതെല്ലാം പാലിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ അണ്ണാറക്കൊട്ടനും തന്നാലായത് എന്നുള്ള പോലെ സത്യസന്ധമായിട്ട് പ്യൂറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു കഴിവ് വരുന്നത് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. കാരണം ഹാർട്ട്ഫുൾനെസ് വളരെ ലളിതമാണ്. പ്രാണസ്യ പ്രാണൻ, ആ ഒറിജിനൽ ഫ്ലോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു കൺഫ്യൂഷന് ഇടം തന്നെ വരുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.